ചേട്ടാ എനിക്കൊരു പൊതിച്ചോറുണ്ടാക്കി തരുമോ? പിന്നെന്താ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ഇല വെട്ടാനായിട്ട് പോയി. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ചക്ക അരിയായിരുന്നു. ഞാൻ 2 ചക്കച്ചോളയൊക്കെ എടുത്തിരുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇലയൊക്കെ നല്ല വാട്ടി സെറ്റാക്കി വെച്ച്. സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ നമുക്ക് പൊതിച്ചോറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ. എനിക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല. പൊതിച്ചോറിലൊരു ഓംലെറ്റൊക്കെ വേണ്ടേ. അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് തന്നെ നല്ല തോനെയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒരു മുട്ട സെറ്റാക്കി. പൊതിച്ചോറിലെ കറികളൊക്കെ അവിടെ സെറ്റാകുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. ഈ സമയത്ത് ഇങ്ങനെ വിശന്നൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. ഈ സമയത്ത് ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട്. നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസൊക്കെ കുടിക്കാറുണ്ട്. ഒന്നാമത് ഈ വെയിൽ സമയമായതുകൊണ്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് വീക്കാവും. അതുകൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ ചേട്ടൻ എനിക്കൊരു കരിക്കൊക്കെ വെട്ടി തന്നു. ഞാനതൊക്കെ ഇങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് സെറ്റാക്കാനായിട്ട് പോയി. ആദ്യം ചോറൊക്കെ നല്ലപോലെ വിളമ്പി, പിന്നെ നല്ല ചക്ക അവിയൽ, ചീരത്തോരൻ, നല്ല മുരിങ്ങ ചാള വറുത്തത്, മുട്ട വറുത്തത്, ചമ്മന്തി, ഇലിമ്പിക്ക അച്ചാറ്, നല്ല ചാള പുളിമുളക് വെച്ചത്, മുരിങ്ങയ്ക്ക് മാങ്ങയിട്ട നെത്തോലിക്കറി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ചേട്ടൻ പൊതിച്ചോറ് കിട്ടി. സത്യം പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂറിന് ശേഷം ചേട്ടൻ എനിക്ക് കൊണ്ടു തരികയാണ്. അപ്പോൾ ഞാൻ ചേട്ടന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആഹാരം കഴിക്കാനായിട്ട് പോയി. അത് അയച്ചപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഈ മീൻ കറിയിലെ ചാറൊക്കെ ചോറിനകത്ത് നല്ലപോലെ പറ്റിയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ഊർന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചമ്മന്തി, മുട്ട വറുത്തതുമൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, ചേട്ടാ വളരെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഇനി ഉണ്ടാക്കി തരണമെന്നിങ്ങനെ പറയാണ്.